ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഉൾപ്പെട്ട ലോഹത്തിന്റെ ഭാരം കുറഞ്ഞതിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. ലോഹത്തിന്റെ ഭാരം 4.5 കിലോ എങ്ങനെ കുറഞ്ഞെന്ന് ഹൈക്കോടതി ചോദിച്ചു. അതേസമയം ദേവസ്വം ബോർഡ് നടപടിയിൽ പരാതിയില്ല എന്നാണ് സ്പോൺസറുടെ പ്രതികരണം. 2019 ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണ്ണപ്പാളി വയ്ക്കാനായി കൊണ്ടുപോകുന്നതിന് മുൻപ് 42 കിലോ 800 ഗ്രാം ആയിരുന്നു ലോഹത്തിന്റെ ഭാരം. 1.25 മാസത്തിനു ശേഷം ഭാരം 38 കിലോ 258 ഗ്രാമായി. അതായത് 4 കിലോ 542 ഗ്രാം ഭാരം കുറഞ്ഞു. സ്മാർട്ട് ക്രിയേഷൻസിന്റെ കൈവശമിരിക്കെയാണ് ലോഹത്തിന്റെ ഭാരം കുറഞ്ഞത്. ലോഹം ചെമ്പുപാളി മാത്രമാണെന്ന് 2019 വരെ മനഃപൂർവ്വം പറഞ്ഞു. സ്വർണ്ണാഭരണമുള്ള പാളിയായിരുന്നു അതെന്നും മഹസർ ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിച്ച ശേഷം ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഇന്ധനമാണെങ്കിൽ ഭാരം കുറയുന്നത് മനസ്സിലാക്കാം. ലോഹത്തിന്റെ ഭാരം എങ്ങനെ കുറഞ്ഞുവെന്നും ഹൈക്കോടതിയുടെ ചോദ്യം. ലോഹത്തിന്റെ ഭാരം കുറഞ്ഞത് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ വിശദമായി പരിശോധിക്കണം. അന്വേഷണം പൂർത്തിയാക്കി 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം. അന്വേഷണവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സഹകരിക്കണം. സത്യം വെളിച്ചം കാണട്ടെ എന്നും ഹൈക്കോടതി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നടപടിയിൽ പരാതിയില്ലെന്നും താങ്ങുപീഠത്തിൽ ലെഡിന്റെ അംശം ഉള്ളതുകൊണ്ടാവാം സ്വർണം നഷ്ടപ്പെട്ടതെന്നും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി. ലെഡിന്റെ അംശം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത് അത് വിഘടിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. അപ്പം പോരായ്മയുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ദേവസ്വം ബോർഡ് അങ്ങനെ തീരുമാനം എടുത്തപ്പോൾ അതിൽ എനിക്ക് വേറെ അപാകതകളൊന്നും തോന്നിയിട്ടില്ല. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.